ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന രണ്ടാമത്തെ ട്രെയിനായ തിരുവനന്തപുരത്ത് നിന്നും ആസാമിലെ സിൽച്ചാറിലേക്ക് പോകുന്ന അരോണോയ് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 4:55 നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ ഒരു 3:45 ഉള്ളൂ. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഇതാ നമ്മുടെ ആനവണ്ടിയൊക്കെ പോകുന്നതാണ്. ഇവിടെ ബ്ലോക്കായി. അതുപോലെ തന്നെ ഇവിടെ ഐ ലവ് TVM എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. രാത്രിക്ക് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് തന്നെയാണ്. ഇനിയിപ്പം സമയം വൈകിപ്പിക്കണ്ട. നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയില്ല. നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. 3:55 പ്ലാറ്റ്ഫോം നമ്പർ 4 കയറി ഉടനെ തന്നെ ഇതാ ട്രെയിൻ ഷണ്ടിങ് ചെയ്ത് വരികയാണ്. ഇതാണ് ഇനിയിപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ. ജനറലിതാ കയറുകയാണ്. ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. സ്ലീപ്പർ 7 എണ്ണം, തേർഡ് AC എക്കണോമി 5 എണ്ണം, ഒരു തേർഡ് AC, 2 സെക്കൻഡ് AC. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക്. ഇനിയിപ്പോൾ അങ്ങ് കൊണ്ടുപോയി നിർത്തും. ഇവിടെയൊക്കെ സ്ലീപ്പറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ AC കമ്പാർട്ട്മെൻറ്റുകളില്ലേ, സ്ലീപ്പറിൻ്റെ ഒക്കെ നടുക്കേണ്ടതാ. ഇനി അങ്ങോട്ട് കുറച്ച് AC കമ്പാർട്ട്മെൻറ്റുകളാണ്. സെക്കൻഡ് ACയും തേർഡ് AC എല്ലാം നടുക്കാണ്. അല്ലെങ്കിൽ നോർമൽ ട്രെയിനിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് മാത്രമാണല്ലോ AC കമ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടാവുക. ഇതിൻ്റെ നടുഭാഗത്താണ്. ഇത് പാൻട്രി. ഇത് കഴിഞ്ഞോടെ പിന്നെ തേർഡ് AC എക്കണോമിയായി. തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചാർ വരെ ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് സെക്കൻഡ് AC ആണ്, A2. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോകാം. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 125007 തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം, എറണാകുളം ടൗൺ, പാലക്കാട് ജംഗ്ഷൻ, പെരമ്പൂർ വഴി സിൽച്ചാർ ട്രെയിൻ പോകുന്ന തിരുവനന്തപുരം സിൽച്ചാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 16:55 മിനിറ്റുകൾക്ക് പുറപ്പെടും. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സെക്കൻഡ് AC A2 കോച്ച് 2018 നിർമ്മിച്ച കോച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിൻ നമ്പറൊക്കെ വരുന്നത് 12507. അതാണ് തിരുവനന്തപുരത്ത് സിൽച്ചാറിലേക്ക് വരുന്ന നമ്പർ. അതുപോലെ തന്നെ ഈ SCL എന്ന് പറഞ്ഞത് സിൽച്ചാർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡാണ്. TVC നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൻ്റെ. അതുപോലെ ഈ ട്രെയിൻ മറ്റൊരു ട്രെയിനുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്, കോയമ്പത്തൂർ സിൽച്ചാർ എക്സ്പ്രസ് ആയിട്ട്. കൊറോണയ്ക്ക് ശേഷം ഈ വണ്ടി അങ്ങോട്ട് മാറ്റിയതാണ്. അതുപോലെ തന്നെ നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള ട്രെയിനാണിത്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര ഇതാ ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. വലത് കാല് വെച്ച് തന്നെ കയറാം. ഇപ്പോഴത്തെ വൃത്തിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. മൊത്തം നമുക്ക് കാണണം. കോച്ചിലോട്ട് കയറാം. നമ്മുടെ ബെർത്തൊക്കെ ഉള്ളത് ഈ കയറിയ ഭാഗത്ത് തന്നെയാണ്. 48 ഇവിടെ, 47 ഇവിടെ. നമ്മുടെ സൈഡ് അപ്പറും സൈഡ് ലോവർ അവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബെർത്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ച ഇങ്ങനെയാണ്. നമുക്ക് സെക്കൻഡ് ACയിൽ നല്ല പ്രൈവസിയാണ്. കർട്ടനാണ് മെയിനായിട്ടുള്ള ഒരു പ്രൈവസിക്കായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാബിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല വീതിയാണ്. ഈ സെക്കൻഡ് ACൻ്റെ അപ്പർ ബെർത്തില്ലേ, അപ്പർ ബെർത്തിനും ലോവർ ബെർത്തിനും നല്ല വീതിയാണ്. സൈഡ് ലോവറിന് അത്ര വലിയ വീതിയൊന്നുമില്ല, നോർമൽ ഉള്ളതുപോലെ തന്നെയാണ്. ഇവിടെ ഇതാ മുകളിലത്തെ കർട്ടൻ നമുക്ക് സൈഡ് അപ്പറിനും കർട്ടൻ അവൈലബിൾ ആണ്. സൈഡ് ലോവർ ഇതാ ഇവിടെയും കർട്ടൻ അവൈലബിൾ ആണ്. കുഴപ്പമില്ലാത്ത നല്ല കോച്ച് തന്നെയാണ്. അരോണോയ് എക്സ്പ്രസ്സിൽ സെക്കൻഡ് AC ഞങ്ങൾ ബുക്ക് ചെയ്തത് 4 മാസം മുന്നെയാണ്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, അതെങ്ങനെ 4 മാസം മുന്നേ ബുക്ക് ചെയ്യാൻ പറ്റിയത്? ഇപ്പോൾ ട്രെയിൻ നിലവിൽ 2 മാസം മുന്നേ വരെയല്ലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. നവംബർ 1 ശേഷമാണല്ലോ 2 മാസത്തെ പീരീഡ് ആയത്. ഞങ്ങൾ അതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്തു. അവൈലബിൾ ഏകദേശം ഒരു 10-12 ഉള്ള സമയത്ത് തന്നെ ബുക്ക് ചെയ്ത് വെച്ച്. അതുപോലെ തന്നെ നമുക്ക് 71 മണിക്കൂറുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സിൽച്ചർ വരെ. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചർ വരെ സെക്കൻഡ് ACക്ക് ഒരാൾക്ക് വന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 4280 രൂപയാണ്. പിന്നെ സെക്കൻഡ് ACയിൽ ഇവിടെ ചെറിയൊരു കൂപ്പ സെറ്റപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് ഇത് വേണമെന്നാണ് ഉണ്ടായത്. പിന്നെ ഞങ്ങൾ സൈഡ് ലോവർ സൈഡ് അപ്പർ ഓപ്ഷൻ കൊടുത്തെടുത്തത് കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. പക്ഷെ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിയായാലും കുഴപ്പമില്ലാത്ത നല്ല സ്പേസ് ഉണ്ട്. കർട്ടനും കൂടി ഇട്ടാൽ നല്ല പ്രൈവസി ആയി. എന്തായാലും
ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഇപ്പൊ ഇവിടെ മഴ പെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് വരുന്നത് WP7 ആണ്. വിശാഖപട്ടണത്ത് നിന്ന് ലോക്കോ റിവേഴ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രിക്ക് എത്തുള്ളൂ. അപ്പൊ കുറച്ച് വെള്ളം ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. 6 ബോട്ടിൽ മാത്രം കേട്ടോ. റെയിൽ നീർ വാങ്ങി, പിന്നെ അതുപോലെ തന്നെ പാൻട്രി ഉണ്ട്. ഇവിടെ വെള്ളമൊക്കെ പോകും, പക്ഷെ നമ്മൾ നേരത്തെ തന്നെ വാങ്ങി വെച്ചു. അവിടെ കൊണ്ടുവച്ചോ ബെർത്തിന്റെ അവിടെ തന്നെ. പിന്നെ അതുപോലെ നമ്മുടെ 2 ബാഗ് ഇല്ലേ, ഇവിടെ നമ്മളൊരു ലോക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് വഴി തന്നെ പറഞ്ഞുതരാം. അതെ, ചങ്ങല വെച്ച് കെട്ടി വെക്കണം. 4:55 പുറപ്പെടേണ്ട ട്രെയിൻ 5:05 പുറപ്പെട്ടത്. തിരുവനന്തപുരത്തിനും സിൽച്ചാറിനും ഇടയിൽ ഈ ട്രെയിന് 55 സ്റ്റോപ്പുകളുണ്ട്. ഇന്ത്യയുടെ തെക്കിൽ നിന്നും കിഴക്കിലേക്കാണ് ഒരു ട്രെയിൻ യാത്ര, ഒരു ദീർഘയാത്ര. അത് MGR ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് ആണ്. ഇവിടെ കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ വരുന്നുണ്ട്. നാഗർകോവിൽ എത്തിയ ശേഷം ഈ ട്രെയിൻ കോയമ്പത്തൂരിലേക്കുള്ള എക്സ്പ്രസ് ആയിട്ട് പോകും. കൊല്ലത്ത് നിന്ന് നാഗർകോവിൽ വരെ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ നമുക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. AC-യിൽ കയറാൻ പറ്റില്ല, അത് ക്ലോസ് ആയിരിക്കും. ഞങ്ങൾ നോർമലി ഇതിന് മുന്നേ പോകുന്ന യാത്രയിലൊക്കെ ചുമ്മാ ബെർത്തിൻ്റെ അവിടെ ബാഗ് വെച്ചിട്ടാണ് പോവുക. ഇത് സെക്കൻഡ് AC ആണെങ്കിൽ പോലും നമ്മൾ സേഫ്റ്റി മസ്റ്റ് ആയിട്ട് നോക്കണമല്ലോ. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഈ ഒരു ചെയിൻ വാങ്ങിച്ച്, ഒരു പൂട്ടും വാങ്ങിച്ച്. ഇത് നമ്മൾ കണ്ടല്ലോ, നമ്മളെ ബാഗിന്റെ ഇടയ്ക്ക് കൂടി ഇട്ടിട്ട് നമ്മൾ 2 വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലായിട്ട് 1 വാങ്ങി, കാരണം അത് മതിയല്ലോ. തീർച്ചയായും. അപ്പം 140 രൂപ കണ്ട ആയത്. അപ്പൊ അത്രേ ഉള്ളൂ, സോ സിമ്പിൾ പരിപാടി കഴിഞ്ഞു. അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ബാഗ് ഏതൊക്കെ ഒരുത്തിന് എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റൂല. ഇതൊക്കെ പൊട്ടിച്ച് അതൊന്നും പോസിബിൾ ആയിട്ട് കാര്യമൊന്നുമല്ല. ഞങ്ങൾ 2019 മുതൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അപ്പർ ബെർത്തിന്റെ മേളിൽ ബാഗ് അങ്ങ് വെച്ച് പോകും. ആ ഒരു നമുക്ക് വിശ്വാസം പോകില്ല എന്ന് കരുതുകൊണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഒരു മാസം മുന്നേ ഞങ്ങളൊരു സുഹൃത്തിന്റെ ബാഗ് ദിബ്രുഗഡ് രാജധാനിന്റെ അപ്പർ ബെർത്തിൽ വെച്ച സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ശ്രദ്ധ വേണമല്ലോ. തീർച്ചയായിട്ടും, ഈ നല്ല കാര്യമല്ലേ ഇത്. കൊല്ലം ജംഗ്ഷൻ, ഇവിടെ നമ്മുടെ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഒരുപാട് ആൾക്കാർ സ്ലീപ്പറിൻ്റെ ഭാഗത്തേക്കൊക്കെ ഓടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഒരു മഴ പെയ്ത് പോയതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തും നല്ല തണുപ്പാണ്, പുറത്തും നല്ല തണുപ്പാണ്. ഒരു ചായ വാങ്ങി കുടിക്കണം എന്നുണ്ട്. ഇതാ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പായ കായംകുളത്തേക്ക് ഒരു 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 6:45 ട്രെയിൻ ഇത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കായംകുളത്ത് നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പം ഈ ട്രെയിൻ നേരെ പോകുന്നത് കോട്ടയം വഴിയാണ്. ഈ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് എറണാകുളത്തേക്ക് തന്നെ കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും പോവാം. പിന്നെ ഇപ്പം നമ്മൾ വന്ന മറ്റൊരു റൂട്ടും. എല്ലാവരും ബക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ബക്കറ്റ്, ചാക്ക് അതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രെയിനിൻ്റെ അകത്തേക്കൂടെ ചെക്കർമാർ പോകുന്നുണ്ട്. അപ്പോൾ അവർ പുറകെ തന്നെ ഒരു RPF കൂടി ഉണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നമ്മുടെ വെസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ഈ പട്ന ഭാഗത്തേക്കെല്ലാം പോകുമ്പോൾ ട്രെയിനിൽ ചെക്കർമാരെ കൂടെ ഒരു RPF ഉണ്ടാവുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. മലയാളികളാണ് കേട്ടോ അവര്. അതുപോലെ തന്നെ RPF ആയാലും TC ആയാലും മലയാളിയാണ്. നമ്മുടെ പട്ന എറണാകുളം വണ്ടിയിലുണ്ടായ ഇൻസിഡന്റ് എല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അതെ, അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം. 7:03 ട്രെയിൻ ഇതാ മാവേലിക്കര സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂർ. 7:18 ട്രെയിൻ ഇതാ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഷൊർണൂർ, തിരുവനന്തപുരം, വേണാട് ഉണ്ട്. ഇതൊരു മണ്ഡലകാലമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരൊക്കെ ഉണ്ട്. ഇതിലൊരുപാട് സ്വാമിമാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ആന്ധ്ര വഴി പോകുന്ന വണ്ടിയാണല്ലോ. ഇപ്പൊ ഇവിടെ എന്തൊരു തിരക്കാന്ന് നോക്കിയേ, എവിടെയും സ്വാമിമാര് മാത്രം.
പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തതിന് കോട്ടയാണ്. അപ്പോൾ കോട്ട എത്തിയ ശേഷം നമുക്ക് രാത്രി കഴിക്കുന്ന ഭക്ഷണമൊക്കെ വാങ്ങിക്കാം. ഞങ്ങളുണ്ടല്ലോ ഈ ട്രെയിൻ പാൻട്രി ഫുഡൊന്നും ഈ ഒരു യാത്രയിൽ കഴിക്കുന്നില്ല. ഞങ്ങൾ കൂടുതലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 3 ദിവസം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ മതി. 7:58 ട്രെയിനിതാ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. യാത്രികർക്കുള്ള ഭക്ഷണം ഇവിടുന്ന് വാങ്ങിക്കാം. ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവർ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഉപകാരപ്പെട്ടനെ. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ മുൻഭാഗത്തേക്കൊക്കെ വരാമല്ലോ. ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് ട്രെയിനിൻ്റെ നടുഭാഗത്താണ്. അവിടെ പോലും ഫുഡിൻ്റെ അവൈലബിലിറ്റി ഇല്ല. ആ സ്റ്റേഷൻ്റെ മെയിൻ ആ ഭാഗമില്ലേ, അവിടെ മാത്രമാണ് ഫുഡ് കോർട്ടൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിച്ച് പിന്നെ അവിടെ കയറി വേറെ കോച്ച് കയറി തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ അടുത്തത് എറണാകുളമാണ്. എറണാകുളം വരെ കാത്തുക്കണം വീണ്ടും. 9:08 ട്രെയിൻ അങ്ങനെ ഇതാ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ രാത്രിക്കൊക്കെയുള്ള ഭക്ഷണം കൂടെ വാങ്ങിക്കണം. 9:35 ട്രെയിൻ ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ, അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാള്, ആസാമിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ കയറും. കാരണം ഇവിടുന്ന് അടുത്താണല്ലോ പെരുമ്പാവൂര്. പെരുമ്പാവൂരിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണല്ലോ. പെരുമ്പാവൂരാണ് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുള്ളത്. ആസാമിലേക്കും ബംഗാളിലേക്കും പോകുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കയറുന്നുണ്ട് കേട്ടോ. കയറുന്നുണ്ട്. ഇതേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചത് ചപ്പാത്തിയും വെജ് കുറുമയാണ്. ഒരു 4 ചപ്പാത്തിയും ഉണ്ട്, കറിയുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ കറി. നവി അത് പൊട്ടിക്കുന്ന ഒരു തിരക്കിലാണ്. അങ്ങനെ സാഹസികപ്പെട്ട് അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ കറി വരുന്നത് കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നല്ലേ. പിന്നെ മനു, ഇതിന് 80 രൂപ കേട്ടാ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എറണാകുളത്ത് കൊള്ള വില തന്നെയാണ്. എല്ലാ യാത്രകളും പറയുന്നത് തന്നെയാണ്. ചപ്പാത്തി ഒരു വെജ് കറിക്ക് 80 രൂപയാണ്. 50 രൂപേന്റെ ഇതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 2 ദിവസം കൂടിയിട്ട് 160 രൂപയായി. 10:27 ട്രെയിൻ എങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ ട്രെയിനുണ്ടല്ലോ, ഈ നമ്മുടെ കോച്ചിലൊക്കെ വലിയൊരു ഇൻസിഡന്റ് ഒക്കെ നടന്നു. അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് ഇതിലൂടെ പോകുന്നുണ്ടായി. അപ്പോൾ ഒരു 2 പേര് പെട്ടെന്ന് ഓടിപ്പോയി. അതിന്റെ പുറകെ തന്നെ ഒരു 3 RPF ഓടിപ്പോയി. അവസാനം 2 കോച്ച് കഴിയുമ്പോഴത്തേക്കാണ് കാര്യം മനസ്സിലായത്. ഒരു 2 ഫോൺ അവിടെ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചാണ് അടിച്ചുകൊണ്ട് പോയത്. അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കൈയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല രീതിയിൽ തന്നെയാണ് RPF നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം അറ്റൻഡർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കോയമ്പത്തൂരൊക്കെ എത്തുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും, നോക്കണം. സൈഡിൽ ഓവറാണ്. സൈഡിൽ ഓവറിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത സ്റ്റോപ്പ് വരുന്നതിന് പാലക്കാട്. ഞങ്ങളിനിപ്പോൾ കിടക്കാനുള്ളൊരു സെറ്റപ്പിലാണ്. നമുക്ക് ഇവിടെ ഇവർ ഈ ഒരു ബെഡ്ഷീറ്റ് തന്നപ്പോൾ തന്നെ ഇതിൽ കാണാം ലംഡിങ് ഡിവിഷൻ്റെ കീഴിലുള്ള ട്രെയിനാണിത്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഈ ഒരു ഷീറ്റാണ് ഉണ്ടാവുക. അതായത് നമുക്ക് കമ്പിളി കിട്ടുമല്ലോ. ഇതൊരിക്കലും നിങ്ങൾ പുതക്കരുത് കേട്ടോ. കാരണം ഇത് മാസത്തിലൊരിക്കലൊക്കെയാണ് ഇത് വാഷൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഏറ്റവും അടിയിൽ ഈ ഒരു ബെർത്തിൻ്റെ ഇവിടെ വിരിക്കുക. അതിന് ശേഷം ഇതിൽ നിന്നൊരു ഷീറ്റ് എടുത്ത് ഇതിൻ്റെ മേലെ വീണ്ടും വിരിക്കുക. എന്നിട്ട് ഒരെണ്ണം ഉണ്ടാവുമല്ലോ, അതെടുത്ത് നമുക്ക് പുതക്കാം. പിന്നെ ഇവിടെ തന്നെ പില്ലോ കൂടിയുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ തമിഴ്നാട്ടിൻ്റെ എവിടെയാണ് എത്തുന്നത്, രാവിലെ ഒരു 6 മണി 7 മണി ആ സമയത്ത് കാണാം. ഗുഡ് മോർണിംഗ്. അരണോ എക്സ്പ്രസിൻ്റെ 2ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇവിടെ 10 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് ഹോൾട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ സ്വാമിയാരൊക്കെ നമ്മുടെ കോച്ചിൽ വന്നിറങ്ങിയവരാണ് കേട്ടോ. സ്വാമിമാരുടെ കാര്യം പറയുമ്പോൾ അവർ കൂടുതൽ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തന്നെ അങ്ങ് ഇറങ്ങി പോകുന്നു പറഞ്ഞു. വരൂലല്ലോ. തീർച്ചയായും നമ്മുടെ കോച്ചിൽ കുറച്ച് മലയാളീസ് ഒക്കെ ഉണ്ട്. ഗുവാഹട്ടി ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ കഴിക്കേണ്ട ഫുഡ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, അത് കാട്ട്പാടി തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ആർക്കോണം പെരമ്പൂരൊക്കെയാണ് വരുന്നത്. അവിടെ ശരിക്കും നല്ല ഫുഡൊക്കെ കിട്ടണമെന്നില്ലല്ലോ. തീർച്ചയായും ഇവിടെ ഇതാ കാട്ട്പാടി ജംഗ്ഷൻ എന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. പിന്നെ
സ്റ്റേഷൻ്റെ ഇതുവഴി തന്നെ നമ്മുടെ മെയിൻ പാലൊക്കെ പോകുന്നുണ്ട്. നമ്മളിതിൻ്റെ മുകളിലേക്കിടെ നടന്നിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവർ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ട്രെയിൻ NF നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ വണ്ടി ഇതുവരെ യാത്ര ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇന്നലെ രാത്രിക്ക് കടന്നുറങ്ങുമ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതാ MGR ചെന്നൈ സെൻട്രൽ മൈസൂരു ശതാബ്ദി. വിജയവാഡ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WB7 ആണ്. രാവിലെ പല്ലൊക്കെ ട്രെയിൻ തന്നെ എന്തായാലും തേക്കണമല്ലോ. ഇത് കാട്ട്പാടിയിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിനുള്ളത് അറക്കോണം. ഈ കാണുന്ന ലൈനില്ലേ, ഇത് നേരെ ചിറ്റൂര്, റേണികുണ്ട, തിരുപ്പതി അങ്ങനെ പോകുന്നതാണ്. ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് പോവുക. നമ്മുടെ കേരള എക്സ്പ്രസ്, ഹിമസാഗർ എക്സ്പ്രസ് അതൊക്കെ. നമ്മളിപ്പോൾ നേരെ അറക്കോണം പേരമ്പൂര് വഴിയാണ് നേരെ വിജയവാഡ വിശാഖപട്ടണത്തേക്ക് പോവുക. നമ്മുടെ സൈഡിൽ ഓവറിൻ്റെ അകത്ത് കയറി കർട്ടനൊക്കെ ഇട്ട് നല്ല പ്രൈവസി ആയി. അതുപോലെ ട്രെയിൻ ഇപ്പോൾ നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഈ വിൻഡോ ഇല്ലേ, ഈ ഗ്ലാസ് ഒരു ക്ലിയറും ഇല്ല, വളരെ മോശം ഗ്ലാസ്സാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ചത് പുറത്തുനിന്ന് തുടച്ചാൽ ശരിയാവുമെന്നാവില്ല. കാരണം ഇത് ഈ വെള്ളവും ഇതൊക്കെ ഇറങ്ങിയിട്ട് മൊത്തത്തിലൊരു ഇതിൻ്റെ അകത്തും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തുനിന്ന് തുടച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ച ഇഡ്ഡലി വട. ഒരു വടയുണ്ട്, ചെറിയൊരു വടയുണ്ട്, പിന്നെ 3 ഇഡ്ഡലിയുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ ചട്നി ആയിരിക്കും, സാമ്പാറാണോ? ഇത് സാമ്പാർ, ഇത് ചട്നി, രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇഡലി നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ കഴിച്ചോ. വട ചെറിയ വട. പിന്നെ ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഡ്ഡലി അല്ല നമ്മളെ കഴിക്കുന്ന രീതിയിൽ ഫുഡൊന്നും കിട്ടണമെന്നില്ലല്ലോ. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ ദിവസങ്ങളിലെല്ലാം ഓർഡർ ചെയ്ത് ഭക്ഷണം വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെ അതെ. 8:33 ട്രെയിൻ എങ്ങനെ അറക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ അരണോ എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസിന്റെ കാര്യം പരിതാപകരം തന്നെയാണ്. കാരണം ഈ സെക്കൻഡ് AC തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ കയറുന്നുണ്ട്. പക്ഷേ TT പറയുന്നുണ്ട് ഇവിടെ നിൽക്കണ്ട, വേറെ ഏതെങ്കിലും കോച്ചിലേക്ക്. കാരണം ഇത് കൊടുക്കാൻ ബെർത്തുകളില്ല, അത്രയും RIC അടക്കമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ സ്ലീപ്പർ പല ഭാഗത്തായിട്ട് മിക്സിംഗ് ആണ്. കുറച്ച് ഭാഗത്ത് അതാ മുന്നിൽ കുറച്ചുണ്ട്, പുറകിൽ കുറച്ചുണ്ട്, അങ്ങനെ തേർഡ് AC എക്കണോമി അവിടെ കുറച്ചുണ്ട്, തൊട്ടപ്പുറത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് സെക്കൻഡ് ACന്റെ നടുഭാഗത്തേ കൂടെയാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സ്ലീപ്പറിലത്തെ ക്ലാസ്സിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങൾ പേരാമ്പൂരൊക്കെ എത്തുമ്പോൾ കാണാം. ഇവിടെ ലോക്കൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്, സബർബൻ. ചെന്നൈയിലേക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കിട്ടും. ട്രെയിൻ ഇപ്പം 120 km/h സ്പീഡിലാണ് പോകുന്നത്. ഒരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ട്രെയിൻ അങ്ങനെ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെന്നൈയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. അതായത് MGR ചെന്നൈ സെൻട്രൽ, ഇവിടെ നിന്ന് 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പെരമ്പൂരിൽ ഈ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കിതിൻ്റെ സ്ലീപ്പർ ക്ലാസിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയിട്ട് വരാം. അതിൻ്റെ തിരക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇവിടെ ജനറലാണ്, ഇതിൻ്റെ ഇങ്ങോട്ട് പിന്നെ സ്ലീപ്പർ S7 ആണിത്. ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് കയറാം. ഇതാണ് ഇതിൻ്റെ സ്ലീപ്പർ. വലിയ തിരക്കിപ്പോൾ ആയിട്ടൊന്നും കാണുന്നില്ല. പണ്ടത്തെ ഒരു റഷില്ലേ, അതെന്തായാലും ഇപ്പോൾ ഇല്ല. നോർമലി നമ്മുടെ ട്രെയിനിലും കാണുന്ന പോലെ തന്നെ, പക്ഷെ വൃത്തിയില്ലായ്മ നല്ല രീതിയിലുണ്ട്. ഉണ്ടാവില്ല, അത്ര വലിയൊരു കുത്തി നിറച്ച് പോകുന്നൊരിതൊന്നുമില്ല. പക്ഷെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ ഉണ്ട്, RIC അങ്ങനത്തതൊക്കെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഇതാണ് സ്ലീപ്പർ ക്ലാസിൻ്റെ അകത്തെ ഒരു കാഴ്ച. അതായത് സ്ലീപ്പറിൻ്റെ അകത്ത് വലിയ റഷില്ല പറഞ്ഞത്, ഒരു ബെർത്തിൽ 3-4 ആൾക്കാർ തന്നെയാണ്.
പക്ഷെ പണ്ടൊക്കെ ഇടിച്ച് തൂങ്ങി പോകുന്ന രീതിയിലാണ് തിരക്കുണ്ടായത്. പക്ഷെ അതിനൊക്കെ എത്ര ബെറ്റർ ആയി. അത് വേറെ കാര്യം, നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മുടെ വിവേക് എക്സ്പ്രസ് ഒക്കെ ഡെയിലി ആക്കിയല്ലോ, അങ്ങനെയുള്ള കുറെ റഷ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. അപ്പോൾ ഇതാ പെരമ്പൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിന് ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ. 292 കിലോമീറ്റർ ഉണ്ട്, അതായത് 300 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ഓടാനുണ്ട്. ഇവിടേക്ക് ഒരു ലോക്കൽ ട്രെയിൻ വരികയാണ്. ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ. ഇത് നേരെ ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷൻ വഴി MGR ചെന്നൈ സെൻട്രൽ. നമ്മൾ നേരെ സുലൂരുപേട്ട ഓങ്കോൾ വിജയവാഡ ലൈനിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ അറോണോയി എക്സ്പ്രസ്സിൽ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മൾ 4 മാസം മുന്നേയും 2 മാസം മുന്നേയൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം നമുക്ക് കൺഫേം ആയിട്ടുള്ള ബെർത്ത് കിട്ടണമെങ്കിൽ. ഞങ്ങൾ ഈ ട്രെയിനിൽ ഇന്ന് യാത്ര ചെയ്യുന്നതിന് പുറമെ തന്നെ ഒരു വട്ടം കൂടി ഇതിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് 2 കൺഫേം ആയിട്ടുള്ള ബെർത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തെളിവ് സഹിതം കാണണമല്ലോ. ഞങ്ങളിതാ ഏപ്രിൽ 30 അറോണോയി എക്സ്പ്രസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ടാണ്. നമുക്ക് കൺഫേം ആയിട്ടുള്ള ബെർത്ത് സഹിതം കിട്ടിയതാണ്. അത് കാണിക്കാൻ കാരണം എന്താ പറയുക, നമുക്ക് വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഏപ്രിൽ 30 ടിക്കറ്റ് ഞങ്ങൾ അന്ന് ബുക്ക് ചെയ്ത് ജനുവരി ഫസ്റ്റ് വീക്കാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ പോകാനുള്ള നല്ല എന്താ പറയുക, നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനുള്ള ആ ഒരു എന്താ പറയുക എക്സൈറ്റഡ് ആയി നിൽക്കുന്ന സമയത്താണ്. ഏകദേശം ഒരു നമ്മുടെ ഏപ്രിൽ 25 പ്രിപ്പറേഷൻ ഒക്കെ ആയി നേരെ പയ്യന്നൂർ പോയിട്ട് നിങ്ങൾ ചെറുപടി എത്തിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയാണ് കടയിൽ. ഇപ്പോഴത്തെ കൊണ്ട് മെസ്സേജ് വരുന്നുണ്ട്, ബുക്ക് ചെയ്ത് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ വണ്ടി ക്യാൻസൽ ആണ്. കാരണം ഈ നോർത്ത് ഈസ്റ്റ് അവിടെ എവിടെയോ ഈ ബദർപൂർ ലംഡിങ് ഭാഗത്ത് എന്തോ ട്രാക്ക് ഒരു വിഷയം വന്നുകൊണ്ട് വണ്ടി ക്യാൻസൽ ആണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നെ എന്ത് പറയണ്ടേ, നമ്മള് അപ്കമിങ് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, തകർന്നു പോയ നിമിഷം എല്ലാം തകർന്നു പോയി. കാരണം ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടം വന്നു. അതുപോട്ടെ, ഈ ട്രെയിനിൽ കയറുന്ന ഒരുപാട് ആഗ്രഹമായിരുന്നു, അതും പോയി. അപ്പോൾ അതാണ് ഇത് തെളിവ് സഹിതം കാണിച്ചത്. അന്ന് 3.5 മാസം മുന്നെയാണ് ബുക്ക് ചെയ്തത്. ഇത് ഇപ്പം 4 മാസത്തിന്റെ പീരീഡിലാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നിലവിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ 2 മാസം എപ്പോഴാണോ കറക്റ്റ് വരുന്നത് ആ സമയത്ത് തന്നെ കിട്ടണം. അല്ലാതെ ഇതിൽ കൺഫേം ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഈ സാമ്പത്തിക നഷ്ടം എന്ന് പറഞ്ഞില്ലേ, അത് ഈ ട്രെയിൻ ക്യാൻസൽ ആക്കുവാണെങ്കിൽ നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടും. പക്ഷേ ഈ ട്രെയിൻ മാത്രമല്ലല്ലോ, നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള പല ട്രെയിനുകളും ബുക്ക് ചെയ്യും, റൂമുകൾ ബുക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്യണമല്ലോ. ആന്ധ്രാപ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ്, ഗുഡൂർ ജംഗ്ഷൻ. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പില്ല, പക്ഷെ മിക്കവാറും നിർത്തും. ഗുഡൂർ ജംഗ്ഷൻ നല്ല മഴക്കാറുണ്ട്. ഗുഡൂർ സിക്കന്ദരാബാദ് സിംഹാപുരി എക്സ്പ്രസ് ആണ് ഇത്. നിർത്തിയില്ല ഇവിടെ. ഇവിടെ ഇതാ വണ്ടി ചെയിൻ വലിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിതാ പാലത്തിൻ്റെ തൊട്ട് ഇവിടെ തന്നെ നല്ല സ്പീഡിൽ വരികയായിരുന്നു.
ഇത് അവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ചെയിൻ വലിച്ചത്. ഇതിൻ്റെ നേരെ ഈ സൈഡിലത്തെ ഭാഗം കണ്ട, അത് പാലത്തിൻ്റെ മുകളിൽ തന്നെയാണ്. ഇത് നല്ല സ്പീഡിലായിരുന്നു വണ്ടി ഉണ്ടായത്. പെട്ടെന്ന് ഈ പാലത്തിൻ്റെ ഇവിടെയൊക്കെ വണ്ടി വന്ന് പെട്ടെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഇതായിപ്പോയി. നല്ല താഴ്ചയുണ്ട് കേട്ടോ. വെള്ളം അതിലേക്കൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒഴുകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് വരാനൊരു 5 മിനിറ്റ് മേലെ എന്തായാലും എടുക്കും. ഈ താഴിലേക്കൂടെ നടന്നു പോകുന്നവരുണ്ട്, അവരെന്നെയാണ് ചെയിൻ വലിച്ചത്. അതിലൂടെ ട്രാക്ക് മുറിഞ്ഞതാ, ഓടിപ്പോകുന്നുണ്ടാ. പക്ഷെ എന്താ അല്ലേ, നോർത്ത് ഈസ്റ്റ് യാത്ര ഞങ്ങളുടെ ഒരു കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സ്, അതായത് ആപ്പിള്, നേന്ത്രപ്പഴം, അതുപോലെ തന്നെ പിസ്ത, ഇത് ബന്ന്, പലഹാരം, നമ്മുടെ കടലമുട്ടായി, ഇങ്ങനത്തെ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങിയാണ് ഈ ഫ്രൂട്ട്സ്. ഇനിയിപ്പോൾ പഴങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ, ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് അതിന് വാങ്ങിക്കാം. ട്രെയിനിൽ നിന്ന് നമ്മളിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പാൻട്രി ഫുഡ് പരമാവധി ഒഴിവാക്കണം. അപ്പം ഞങ്ങളിനിപ്പോൾ ഉച്ചയ്ക്ക് ഇതിൽ നിന്നൊരു ബെന്നുണ്ട്, അതുപോലെ തന്നെ പഴമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉച്ച കഴിക്കാം. രാത്രിക്ക് നമുക്ക് രാജമുണ്ട്രി, വിജയവാഡ ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് രാത്രിയേക്കുള്ള ഭക്ഷണം വാങ്ങിക്കാം. ഇതിൽ പാൻട്രി എന്നുള്ള ഫുഡ് കണ്ട, വെജ് മീലാണ്, അതുപോലെ തന്നെ ചിക്കൻ മീലൊക്കെ ഉണ്ട്. ഇത് സദേൺ റെയിൽവേ എന്നൊക്കെ മാറി ട്രെയിൻ ഇപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഓങ്കോൾ 2 മണിയായി. ആന്ധ്രാപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഓങ്കോളിൽ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന അർണോ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന 2ാമത്തെ ട്രെയിനാണ്. അതുപോലെ തന്നെ ആ ഒരു ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 1ാമത്തത് വരുന്നത് കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ്. നമ്മൾ അതിൽ യാത്ര ചെയ്തിട്ട് അത് 4153 കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് 2ാമത്തെ ട്രെയിൻ 3915 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ട്രെയിൻ വരുവാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിലെ കട്രയിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് 3788 കിലോമീറ്ററാണ് അത് വരുന്നത്. അതുപോലെ 4-5 വരുവാണെങ്കിൽ ടിൻഷുക്കിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ്പൂരിൽ നിന്ന് മണ്ഡപം, രാമേശ്വരത്തേക്ക് ഒരു അംസഫറൊക്കെ പോകുന്നുണ്ട്. അതൊക്കെയാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അർണോ എക്സ്പ്രസിൻ്റെ ഇപ്പം 2ാമതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ആദ്യമായി ഓടിത്തുടങ്ങിയത് 1987 ഏപ്രിൽ 14 ആ ഓടിത്തുടങ്ങിയ സമയത്ത് ഇത് സിൽച്ചറിലേക്കൊന്നല്ല ഉണ്ടായത്, തിരുവനന്തപുരത്ത് നിന്ന് ഗുവാഹത്തി വരെയാണ് സർവീസ് ഉണ്ടായത്. പിന്നീട് 2017 നവംബർ 21 ഇത് ഈ പറഞ്ഞ പോലെ ഗുവാഹത്തിയിൽ നിന്ന് സിൽച്ചറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അങ്ങ് ദൂരത്തായി മുഴുവനും മലനിരകളാണ്. വിജയവാഡയിലേക്ക് ഒരു 10 കിലോമീറ്റർ കൂടിയുണ്ട് ദൂരം. അതിനു മുന്നേ തന്നെ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ കൃഷ്ണ നമ്മൾ കാണും. പിന്നെ ഇത് മുഴുവനും പനയാണ്. കൃഷിപ്പാടാണ് തൊട്ടു മുന്നിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ മലയുടെ ഏറ്റവും മുകളിലൊരു ക്ഷേത്രമാണെന്ന് തോന്നിയത്. കൃഷ്ണാനദിയുടെ അടുത്തിതെത്താനായി. ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റട്ടാ, സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പുഴയുടെ ഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങാം. പിന്നെ അങ്ങ് അതിലൂടെയാണ് നമ്മുടെ റോഡ്. ഇവിടെ കുറേ പേരുണ്ട്. പിന്നെ നമ്മൾ ഈ പാലത്തിൻ്റെ ഇതിലൂടെ തന്നെ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. കള്ളന്മാരുണ്ടാവും.
ഇതിന്റെ മറ്റൊരു ഭാഗം. ഈ സമയത്ത് ഒരു ട്രെയിൻ കൂടെ അതുവഴി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്യാപ്ചർ കിട്ടിയേനെ. ഈ ഭാഗത്തുനിന്ന് വെള്ളം തീരെ ഇല്ല. വിജയവാഡ സിറ്റിയിലേക്ക് ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. വിജയവാഡയുടെ WP7 4:09 വിജയവാഡ ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആറാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ വന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അർണോ എക്സ്പ്രസ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം നമ്മുടെ 8 എണ്ണമാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ, ആസാം. ഈ ബീഹാറിലേക്കൂടും ജാർഖണ്ഡിലൂടെ കുറച്ച് മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിന്റെ പേര് അർണോ എന്നാണല്ലോ. അർണോ എന്ന പേര് കിട്ടാൻ കാരണം നമ്മുടെ ഈ ആസാം സ്റ്റേറ്റിന്റെ ഭാഗത്ത് ബോറോ അല്ലെങ്കിൽ ബോഡോ എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു വിഭാഗക്കാരുണ്ട്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ പറഞ്ഞ അർണോ. അതായത് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. നമ്മളിപ്പോൾ നോക്കിയ സമയത്താണ് മനസ്സിലാക്കിയത്. ഈ ഫംഗ്ഷനോ ഈ പറഞ്ഞ അനുമോദന ചടങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലൊക്കെ ഷാളൊക്കെ ഇങ്ങനെ ഒരു പൊന്നാട അതുപോലെ തന്നെ ഇടാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡ്രസ്സാണ് ഈ അർണോ. അപ്പൊ ആ ഒരു പേരാണ് ഈ ട്രെയിനിങ് നൽകിയത്. 6-ാം നമ്പർ പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് പറയുമ്പോൾ എല്ലായിടത്തും സിൽച്ചാർ സൂപ്പർ ഫാസ്റ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അർണോ എന്നൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ തന്നെ ഫുഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രൂട്ട്സ് ആയാലും നമുക്ക് വാങ്ങിച്ചിട്ട് പോകാം. പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. വണ്ടി എടുക്കാനായിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ വാട്ടറിംഗ് ഒക്കെ ഉണ്ട്. സ്ലീപ്പറിന്റെ അവസ്ഥ നമുക്കൊന്ന് കൂടെ നോക്കിയിട്ട് വരാം. ഇത് ബ്ലോക്കായിട്ടുള്ളത് ഇവിടെ. ബാഗൊക്കെ വെച്ച് നടക്കാനുള്ള വഴിയില്ല. ഒരു ബർത്തില് 5-6 ആൾക്കാർ ഇപ്പോഴാണ് സ്ലീപ്പർ ജനറൽ ആയത്. ഇതിലൂടെ നടക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോഴാണ് ഇതൊരു നരകമായി മാറിയത്. സിൽച്ചറിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ വിജയവാഡയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പെരമ്പൂരിൽ നിന്ന് സ്ലീപ്പറിന്റെ അവസ്ഥ കാണിച്ചില്ലേ, അതിനെക്കാട്ടി എത്രയോ മോശമാണ് ഇപ്പോൾ അല്ലേ. ഭീകരം തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പർ ജനറൽ തന്നെയാണ്. നമുക്ക് അതിനകത്തേക്കൂടെ നടക്കാം. അല്ല, അതിൽ വേറെ കാര്യം ഉണ്ടായി. ഇപ്പൊ നമ്മൾ പോയ സമയത്ത് പകുതി ആൾക്കാർ പുറത്താണ്. അത് പറയണല്ലോ എന്തായാലും. കാരണം വിജയവാഡ സ്റ്റേഷൻ എത്തിയ സമയത്ത് മറ്റേ നമ്മൾ പഴമായാലും വെള്ളമായാലും ഭക്ഷണം വാങ്ങാൻ വേണ്ടി എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും പുറത്തിറങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് കിട്ടിയ സമയത്താണ് കയറുന്നത്. അതൊന്നും അല്ലാണ്ട് തിരക്ക്. ഇപ്പൊ വണ്ടി വിട്ട ശേഷം മിക്കവാറും അതിനകത്തേക്ക് കാലെടുത്ത് പോലും കുത്താൻ പറ്റാത്ത അടക്കം തിരക്കായിരിക്കും. അതെ. അടുത്ത സ്റ്റോപ്പിനുള്ളത് രാജ്മുണ്ട്രി. സമയം 5:45. നല്ല ഇരുട്ട് വന്ന്. ഇവിടെ തന്നെ ഒരു റീഡിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങൾ രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം നമ്മുടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് രാജമുണ്ട്രി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കൊണ്ടുതരും. ഇപ്പോൾ റെയിൽവേയിൽ തന്നെ സൊമാറ്റോ, സ്വിഗ്ഗി അതുവഴിയൊക്കെ ബുക്ക് ചെയ്യാം. അതിന് പുറമെ തന്നെ റെയിൽവേയുടെ തന്നെ നമ്മുടെ ഫുഡ് ഓൺ ട്രാക്ക് ആപ്ലിക്കേഷൻ ഞങ്ങൾ അതുവഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുതരും. അതിന് പുറമെ നമുക്ക് അവിടെ ഡോറിൻ്റെ അവിടെ പോവുകയാണെങ്കിൽ അവിടെയും കൊണ്ടുതരും. ഇനിയിപ്പോൾ അവിടത്തേക്ക് ഒരു 40 കിലോമീറ്റർ കൂടി ഉണ്ട് ദൂരം. ട്രെയിൻ ഇപ്പോൾ ഗോദാവരി റിവറിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുന്നിലൂടെയാണ് റെയിൽസം റോഡ് ബ്രിഡ്ജ് ഉള്ളത്. 6:27 ട്രെയിൻ ഇത് രാജ്മുണ്ട്രി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം വരും. 2 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതാ നമ്മുടെ ബെർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇതാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. ഞങ്ങളുണ്ടല്ലോ റൊട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
ഒരു 6 റൊട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൊട്ടി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടല്ലോ. ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി 2 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് റൊട്ടി കഴിച്ച ശേഷം നമുക്ക് ചപ്പാത്തി കഴിക്കുന്നതല്ല. അതെ അതെ അതെ, ചപ്പാത്തി ഉണ്ട്. പിന്നെ ഇത് ഇവരെന്നെ ഉണ്ടല്ലോ പ്ലേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വെജ് കുറുമയാണ്. വെജ് കുറുമ ഇത് സാലഡാ. ഇതൊരു ചെറുനാരങ്ങയും ഉള്ളി കഷ്ണൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വെജ് കുറുമ ഇവിടെ. ഇതാണ് വെജ് കുറുമ. നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ നല്ല തണുപ്പാണ്. ഇതിന്റെ മുകളിൽ അധികം വെച്ചില്ല, പെട്ടെന്ന് തന്നെ കഴിച്ചേക്കാന്ന് കരുതി. കാരണം അധികം തണുപ്പാവണ്ടല്ലോ. എരിവില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച നല്ല എരിവുണ്ടാവുന്നത്. നമ്മള് രാജമന്ത്രിയിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എരിവായിരിക്കും ബിരിയാണി. ഞങ്ങൾ ഇതിനു മുന്നേ ഈ റൂട്ടിലോടുമ്പോ കഴിച്ചു തന്നെയാണ്, നമുക്കറിയാം ഏകദേശം. വിശാഖപട്ടണം ലോക്കോമോട്ടീവ് ഷെഡാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. എത്ര ലോക്കോമോട്ടീവുകൾ. ട്രെയിൻ അങ്ങനെ ഇതാ വിശാഖപട്ടണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും 1693 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. 9:33 സമയം. ట్రివాండ్రం సిల్చర్ స్పెషల్ 4వ నంబరు प्लेटफॉर्म पर उन्नति। यात्रीगण कृपया ध्यान दें, गाड़ी संख्या 1, 2, 5, 0, 7 ट्रिवांड्रम सिल्चर स्पेशल प्लेटफॉर्म नंबर 4 पर खड़ी है. വിശാഖപട്ടണം. ഇവിടെ നമ്മളെ ട്രെയിന് 20 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇത്രയും സമയം കൊടുക്കാൻ കാരണം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ലോക്കോ റിവേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് മാത്രമേ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുള്ളൂ. ഇതൊരു ഫ്ലൈറ്റ് പോകുന്നതാണ്. എല്ലാം ഒരേ സമയത്തിന് കിട്ടി. ഇവിടെ ട്രിവാൻഡ്രം സിൽച്ചർ സ്പെഷ്യൽ ട്രെയിൻ എന്നാണ് പറയുന്നത്. അനൗൺസ്മെന്റ് ഒക്കെ ഭംഗിയായിട്ട് മാറ്റായിരുന്നു. ഒരു പട്ടിയൊക്കെ എവിടെയോ കലാപം നടത്താൻ പോവുക. ഈ ട്രെയിനിന് ബദർപൂരും അതുപോലെ തന്നെ ലംഡിങ് 2 സ്റ്റേഷനും കൂടെ ഇതിന് ലോക്കോ റിവേഴ്സൽ ഉണ്ട് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചറിലേക്കുള്ള അരണോ എക്സ്പ്രസിന്റെ പാർട്ട് 1 ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതായത് നമ്മുടെ 1ാം ദിവസവും 2ാം ദിവസമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസം ഉണ്ട് അത്ര. നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ 3ാമത്തെ ദിവസം. അത് മിക്കവാറും ഒഡീഷ എന്നായിരിക്കും ആരംഭിക്കുക. കാരണം ഇപ്പൊ വിശാഖപട്ടണം കഴിഞ്ഞോട് തന്നെ നമ്മൾ കിടന്നുറങ്ങും. പിന്നെ അടുത്ത സ്റ്റോപ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു അരണോ എക്സ്പ്രസിന്റെ 1ാമത്തെ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.